കേരളത്തിൽ കുറുവ സംഘം ഇപ്പോൾ ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം കുറുവ സംഘം എന്ന പേരിൽ തന്നെ കുറെ വ്യാജന്മാർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കള്ളന്മാരുടെ പേരിൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ വീണ്ടും കുറെ കള്ളന്മാർ. കേരളത്തിൽ അങ്ങനെ ഒരുപാട് കള്ളന്മാർ ഇപ്പോൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അതിനു പുറമെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിരവധി വീഡിയോകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയങ്ങൾ ആയിട്ടുമുണ്ട്. ഒരു പരിധിവരെ മാധ്യമങ്ങൾ അടക്കം അത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലവർ ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ചാനലും അങ്ങനെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഞങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. കാരണം കർണാടകയിലുള്ള ഒരു വീട്ടിൽ കള്ളന്മാർ കയറി വാതില് ഇടിച്ചു കുത്തി തുറന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വൈറലായിരുന്നു. ആ വീഡിയോ കേരളത്തിൽ സംഭവിച്ചതാണെന്നും അത് കേരളത്തിൽ വന്ന കുറുവ സംഘം നടത്തിയതാണെന്നുമുള്ള തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ ആ വാർത്ത പൂർണ്ണമായും അസംബന്ധമായിരുന്നു. ആ വാർത്ത കർണാടകയിലെ ഒരു വീട്ടിൽ നടന്നതായിരുന്നു. ആ ഒരു രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലാതെയും വൈറലാകുന്നുണ്ട്. ഒരു പരിധിവരെ കേരളത്തിൽ കുറുവ സംഘം എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നിരവധി സ്ഥലങ്ങളിൽ കുറുവ സംഘത്തെ കണ്ടെത്തിയതായും മോഷണം നടന്നതായും റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വീട്ടിൽ കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി കുറുവ സംഘമാണെന്ന രീതിയിൽ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോയും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതായത് കൂട്ടുകാരനെ ഒന്ന് പറ്റിക്കുന്നതിന് വേണ്ടി കുറുവ സംഘമാണെന്നുള്ള രീതിയിൽ വീട്ടിൽ വരികയും ജനലുകളിൽ തട്ടി അശബ്ദമുണ്ടാക്കി കൂട്ടുകാരനെ ഒന്ന് പേടിപ്പിച്ച് അവന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷമാക്കാനായിരുന്നു കൂട്ടുകാരുടെ പദ്ധതി. എന്നാൽ അത് വീട്ടിൽ ചെയ്തപ്പോൾ അത് വലിയ സംഭവമാവുകയും ആളുകൾ ഭയക്കുകയും ചെയ്തു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോയും വൈറലാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി പറ്റിപ്പീരാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. കൂട്ടുകാരുടെ തമാശയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആസ്വാദനം എത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ കുറുവ സംഘം എത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. കുറുവ സംഘം അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സംഘം തന്നെയാണ്. കാരണം അവർ അപകടകാരികളാണ്. മാരകമായ ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അതിനാൽ തന്നെ കുറുവ സംഘമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കുറുവ സംഘം എന്ന പേരിലൊക്കെ നിങ്ങൾ പ്രാങ്ക് ചെയ്താൽ ആളുകൾ നിങ്ങൾ ഓടിച്ചിട്ട് ഇടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാങ്കൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നടത്താൻ. അത് മാത്രമല്ല അത് ചെയ്യരുതെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്കത് കുറ്റമായിട്ട് മാറുകയും ചെയ്യും. ആളുകൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരുടെ സേഫ്റ്റിയാണ് അവർ മുഖ്യമായി നോക്കുന്നത്. കേരളത്തിൽ ഇതുവരെയും കുറുവ സംഘത്തിന്റെ നിരവധിയായ മോഷണങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ആളുകൾ ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. CCTVയിലൂടെ പോലീസ് കൃത്യമായ പരിശോധന നടത്തി കുറുവ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവരുടെ ഒരു പേര് മങ്ങിപ്പോവുകയും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഇവർ കേരളത്തിന്റെ മറ്റു പല ജില്ലകളിലും കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. 2 വർഷം മുമ്പ് കോട്ടയത്തെ പല പ്രദേശങ്ങളിലും കുറുവ സംഘത്തെ കണ്ടതായിട്ടുള്ള അറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും കറങ്ങി നടക്കുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ആലപ്പുഴയിൽ കുറുവ സംഘം എത്തിയതായി നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അതിന്റെ വീഡിയോയും കോട്ടയത്ത് കിട്ടിയ വീഡിയോയും ഇപ്പോൾ പ്രചരിച്ച് നടക്കുകയാണ്. അത്തരത്തിൽ നിരവധിയായ വീഡിയോകളും പഴയ വീഡിയോകളും അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന വീഡിയോകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതിനാൽ ശരിയായ വീഡിയോ കണ്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ശരിയായ വിവരങ്ങൾ മാത്രം പുറത്തു കൊണ്ടുവരാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.